ഹായ് ഗൈസ്, നമ്മൾ തിരുവല്ലയിലുള്ള അൽറാസി എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് MC റോഡിൽ മഹാലക്ഷ്മി സിൽസിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇത്, തിരുവല്ലയിൽ തന്നെ. ചങ്ങനാശ്ശേരി റൂട്ടിലാണ് നമുക്ക് ഇതിന്റെ ഷോപ്പ് വരുന്നത്. കുഴിമന്തിക്കാണ് ഇവിടെ സ്പെഷ്യലായിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തെ കാഴ്ചകൾ, നല്ല തിരക്കുള്ള റെസ്റ്റോറന്റ് ആണ്. നമുക്ക് നല്ല കുഴിമന്തിക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആണ്. അൽറാസിയുടെ റെസ്റ്റോറന്റിന്റെ അകത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ നമുക്ക് സ്പെഷ്യലായിട്ട് വരുന്നത് നമുക്ക് കുഴിമന്തിയാണ് വരുന്നത്. അതിൽ തന്നെ ചിക്കന്, ബീഫ്, മട്ടന്, അൽഫാം, ബാർബിക്യൂ, പെരി പെരി, ഹണി ചില്ലി, കൊണ്ടാട്ടം. ഏറ്റവും നമ്മുടെ ഫേമസ് ആയിട്ട് വരുന്നത് നമ്മൾ നോർമൽ ചിക്കൻ മന്തി. പിന്നെ ഈ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടാട്ടം അത്യാവശ്യം നല്ല ബോയിങ് ആയിട്ട് വരുന്നത്. നമ്മുടെ തിരുവല്ലയിൽ എനിക്ക് ഫസ്റ്റ് റെസ്റ്റോറന്റ് ആണ്. തിരുവല്ലയിലെ ഫസ്റ്റ് റെസ്റ്റോറന്റ് ആണ് അന്നോട്ട് ഇന്ന് വരെ ഇത് ഫേമസ് ആണ്, നമ്പർ 1 ആണ്. ഇപ്പൊ നമ്മള് വന്നപ്പോ തന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം പോലും ഇല്ല, അതുപോലെ തിരക്കും നമുക്ക് കാണുന്നുണ്ട്. ഈ ടൈം ഒക്കെ ആകുമ്പോൾ തന്നെ, രാവിലെ ഒക്കെ ആകുമ്പോൾ പാർസലായിരിക്കും. ഇപ്പൊ ഈ 1 മണി 2 മണി ടൈം ഫുള്ള് റഷ് ആയിരിക്കും. നമുക്ക് പാഴ്സലിന് ഉണ്ട്. എത്ര കിലോമീറ്റർ വരെ അവൈലബിലിറ്റി ഉണ്ട്? 4 കിലോമീറ്റർ ഫ്രീ ഡെലിവറി ആണ്. മാക്സിമം 8 കിലോമീറ്റർ വരെ ചെയ്ത് കൊടുക്കും. ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് കോൾ ചെയ്ത് ഓർഡർ ചെയ്താൽ നമ്പർ കാര്യങ്ങളെല്ലാം അതിൽ ഓർഡർ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ടൈം ഓപ്പണിംഗ് ടൈം എപ്പോഴാണ്? ഓപ്പണിംഗ് ടൈം നമ്മൾ 11:30ക്കാണ് ഷോപ്പിലെത്തുക. 11:30ക്ക് ഷോപ്പിൽ ഓപ്പൺ ചെയ്താൽ 12 മണിയാകുമ്പോൾ ഫുഡ് റെഡി ആവും. പിന്നെ അതൊരു ഡെലിവറിയും കാര്യങ്ങളൊക്കെ. നൈറ്റ് എത്ര മണി വരെ ഉണ്ട്? നൈറ്റ് ഒരു 11:30 വരെയാണ് ഷോപ്പിന്റെ ടൈം. പിന്നെ ഫുഡിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. ഫുഡ് കഴിയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ക്ലോസ് ചെയ്യും. നമുക്ക് മന്തിയാണ് ഇവിടുത്തെ ജ്യൂസസും പിന്നെ മോക്ടെയിൽസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഇത് 4 വർഷമായി. 4 വർഷം തിരുവല്ല ചങ്ങനാശ്ശേരി റൂട്ടിലെ മഹാലക്ഷ്മിയുടെ തൊട്ടടുത്തായിട്ട്. നമ്മുടെ ഇവിടെ ഉള്ള സ്റ്റാഫുകളൊക്കെ തന്നെയാണോ? നമ്മള് ഇവിടെയുള്ള സ്റ്റാഫ് 1-2 പേരുണ്ട്. പിന്നെ മലപ്പുറത്തുള്ളവരുണ്ട്. ഫുഡും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ നമുക്ക് കാണാം. അൽറാസി എന്ന ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? അഭിപ്രായം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഞങ്ങളിപ്പോ മേടിച്ച ബാർബിക്യൂ അൽഫാമാണ്. സ്ഥിരം കസ്റ്റമർ ആണോ? സ്ഥിരം കസ്റ്റമറാണ്. എപ്പോഴും തിരക്കായിരിക്കും. വല്ലപ്പോഴൊക്കെ വരും. ഫുഡ് അടിപൊളിയാണ്. നമ്മൾ റെക്കമെൻഡ് ചെയ്യുമല്ലോ എല്ലാവർക്കും. പിന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞു ഇവിടെ തന്നെ എല്ലാവരും ഇവിടെ തന്നെ പറഞ്ഞു. നമ്മൾ അൽറാസിയിലെ കുഴിമന്തിയാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് കുഴിമന്തി, നോർമൽ മന്തി ഉണ്ട്, പിന്നെ പെരി പെരി ചിക്കന്റെ ഒരു മന്തി ഉണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ്. അതിന് കൂടുതലും പാഴ്സലിന് വേണ്ടിയിട്ടാണ്. സലാഡ് ഉണ്ട്, ടൊമാറ്റോ ചട്നി ഉണ്ട്, മയോണൈസ് ഉണ്ട്. ഇത് 3 നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് വരുന്നത്. അൽറാസി എന്ന് പറഞ്ഞ കുഴിമന്തിക്കടലാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ അവരുടെ കിച്ചണിലാണ്. അപ്പൊ നമുക്ക് ഇവരുടെ ഒരു കുഴി പൊട്ടിക്കുവാ അല്ലേ? അങ്ങനല്ലേ പറയുന്നത്? ഇത് അവരുടെ ഒരു കുഴി ഇപ്പം പൊട്ടിക്കുവാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു വീഡിയോ കാണാം. ഇത് എപ്പം വെച്ചാന്നറിയോ? നമ്മള് 2 മണിക്കൂറോളം കുഴി വെക്കുന്നതാണ്. എത്രയാ? 2.5 മണിക്കൂർ. 11 മണി സമയത്ത് കുഴി മൂടിയതാ. കുഴി മൂടിയതാ. 2-2.5 മണിക്കൂർ എടുക്കുമ്പോ റെഡി ആവും. ആദ്യം എടുത്ത ചിക്കൻ ഇതെന്താ? ഇത് നമ്മള് ചിക്കൻ ഫ്ലേവർ ഇടാൻ വേണ്ടിട്ടാണ് ചിക്കന്റെ ഐറ്റംസ് ഇടുന്നത്. ഇതിപ്പോ ചിക്കൻ മന്തി നമ്മളെടുത്ത്. ചിക്കൻ മന്തി ഫ്ലേവർ എല്ലാം ഇതിനകത്ത് ആയിട്ടുണ്ട്. എല്ലാം ആയിട്ടുണ്ടാവും. നമ്മള് ഫസ്റ്റ് ഉണ്ടാക്കിയത് ഏകദേശം കഴിഞ്ഞു. കറക്റ്റ് ടൈം ഒരു 3 ചിക്കനെ ബാലൻസ് ഉള്ളൂ. ഇപ്പൊ ലൈനിൽ പോയി കഴിഞ്ഞാൽ പുതിയത് സ്റ്റാർട്ട് ചെയ്യും. ഇനിയിപ്പം ഇതും കൂടെ ഫിനിഷ് ഇതുകൂടെ ഫിനിഷ് അടുത്ത് കത്തിക്കും. ഫസ്റ്റിനെ നമ്മൾ വിറകൊക്കെ നിറച്ചിട്ട് കത്തിക്കും. പിന്നെ കണലാക്കി വെക്കും. വിറക് നിറച്ച് കണലാക്കി വെച്ചതിന് ശേഷം
പിന്നെ മന്തി പ്രിപ്പറേഷൻ തുടങ്ങും. ഇതിനെ ഇറക്കി വെക്കും. അതെ, പിന്നെ ഫസ്റ്റ് ചെമ്പ് ഇറക്കും, പിന്നെ അടുത്ത ലെയറായിട്ട് ചിക്കൻ വെക്കും, പിന്നെ ബീഫ് മാത്രം ഉണ്ടെങ്കിൽ അതിന്റെ മേലത്തെ ലെയറായിട്ട് പിന്നെ ജസ്റ്റ് കവർ ചെയ്യും. ഒരു ഫോയിൽ വെച്ചിട്ട്, വലിയ ഫോയിലാണ് അത്, മറ്റേ നിങ്ങൾ എടുത്ത് ഫസ്റ്റ് എടുത്താൽ ഫോയിൽ എടുത്താൽ പിന്നെ നമ്മൾ ഇത് വെച്ചതിന് ശേഷം പിന്നെ 2.5 മണിക്കൂർ വേണം. 3 മണിക്കൂർ ഏകദേശം വേണം.